ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചെറിയ അധ്യായങ്ങൾ പാർട്ട് 10. ഓക്കെ, 46ാമത്തെ അധ്യായമാണ് മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് 4 ബിറ്റുകൾ ചേർന്നാൽ ഒരു നിബിൾ. എത്ര ബിറ്റുകൾ ചേർന്നാലാണ് ഒരു നിബിൾ? 4 ബിറ്റുകൾ. 8 ബിറ്റുകൾ ചേർന്നാൽ ഒരു ബൈറ്റ് ആണ്. 8 ബിറ്റുകൾ ഒരു ബൈറ്റ്. 16 ബിറ്റുകൾ ഒരു വേഡ്. ഒരു വേഡ് 16 ബിറ്റുകൾ. 1024 ബൈറ്റ് ഒരു കെ ബി ആണ്, ഒരു കിലോ ബൈറ്റ്. 1024 ബൈറ്റ് ഒരു കെ ബി, കിലോ ബൈറ്റ്. 4 ബിറ്റുകൾ ചേർന്നാൽ ഒരു നിബിൾ. 8 ബിറ്റുകൾ ചേർന്നാൽ ഒരു ബൈറ്റ്. 4 ബിറ്റുകൾ ചേർന്നാൽ ഒരു നിബിൾ. 8 ബിറ്റുകൾ ചേർന്നാൽ ഒരു ബൈറ്റ്. 16 ബിറ്റുകൾ ചേർന്നാൽ ഒരു വേഡ്. 1024 ബൈറ്റ് ചേർന്നാൽ ഒരു കെ ബി. 1024 കെ ബി ചേർന്നാൽ ഒരു മെഗാബൈറ്റ്, എം ബി. 1024 MB ചേർന്നാൽ ഒരു ജി ബി, ജിഗാബൈറ്റ്, ഒരു ജഗാബൈറ്റ്. 1024 GB ചേർന്നാൽ ഒരു ടെറാബൈറ്റ്. 1024 TB ചേർന്നാൽ ഒരു പെറ്റാബൈറ്റ്. 1024 PB ചേർന്നാൽ ഒരു എക്സാബൈറ്റ്. 1024 EB ചേർന്നാൽ ഒരു സെറ്റാബൈറ്റ്. 1024 ZB ചേർന്നാൽ ഒരു യോട്ടാബൈറ്റ്. 1024 YB യോട്ടാബൈറ്റ് ചേർന്നാൽ ഒരു ബ്രോണ്ടോബൈറ്റ്. 1024 BB ചേർന്നാൽ ഒരു ജിയോപ്പ് ബൈറ്റ്. ഓക്കെ, അപ്പൊ 4 ബിറ്റുകൾ ചേർന്നാൽ ഒരു നിബിൾ, 8 ബിറ്റുകൾ ചേർന്നാൽ ഒരു ബൈറ്റ്, 16 ബിറ്റുകൾ ചേർന്നാൽ ഒരു വേഡ്, 1024 ബൈറ്റ് ചേർന്നാൽ ഒരു കെ ബി, 1024 KB ചേർന്നാൽ ഒരു എം ബി, 1024 MB ചേർന്നാൽ ഒരു ജി ബി, 1024 GB ചേർന്നാൽ ഒരു ടി ബി, 1024 TB ചേർന്നാൽ ഒരു പി ബി, 1024 PB ചേർന്നാൽ ഒരു ഇ ബി, 1024 EB ചേർന്നാൽ ഒരു സെഡ് ബി, 1024 ZB ചേർന്നാൽ ഒരു വൈ ബി, 1024 YB ചേർന്നാൽ ഒരു ബി ബി, ഒരു ജിയോപ്പ് ബൈറ്റ്. ഓക്കെ, 1024 YB ചേർന്നാൽ ഒരു ബി ബി, 1024 BB ചേർന്നാൽ ഒരു ജിയോപ്പ് ബൈറ്റ്. ഓക്കെ, മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? ബിറ്റ് ആണ്. മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ബിറ്റ്. മെമ്മറിയുടെ ഏറ്റവും വലിയ യൂണിറ്റ് ജിയോപ്പ് ബൈറ്റ് ആണ്. ജിയോപ്പ് ബൈറ്റ് 1024 ബ്രോണ്ടോ ബൈറ്റ് ചേർന്നാലുള്ളതാണ് ഒരു ജിയോ ബൈറ്റ്. മെമ്മറിയുടെ ഏറ്റവും വലിയ യൂണിറ്റ് ജിയോപ്പ് ബൈറ്റ്. ഓക്കെ, അടുത്തതാണ് അധ്യായം 47. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളാണ്. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. മാൽദീവ്സ്. ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. പക്ഷെ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കുറച്ച് രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണ്. നാഗാലാൻഡ്. ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ്. ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്ര ഭരണ പ്രദേശം ലഡാക്ക്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം രാജസ്ഥാൻ. 3 വശവും 3 വിദേശ രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നത് എവിടേക്കാണ്? സിക്കിം, വെസ്റ്റ് ബംഗാൾ, അരുണാചൽ പ്രദേശ്, ലഡാക്ക്. 3 വശവും 3 വിദേശ രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നത് സിക്കിം, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്, ലഡാക്ക്. സിക്കിം, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്, ലഡാക്ക്. ഓക്കെ, നെക്സ്റ്റ് അധ്യായം 48. മേഘങ്ങൾ, വിശേഷണങ്ങൾ. ആകാശത്ത് പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? ക്യൂമുലസ് ആണ്. ക്യൂമുലസ് ആണ്. ആകാശത്ത് പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ക്യൂമുലസ്. ആകാശത്ത് ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? ക്യൂമുലസ് ആണ്. ആകാശത്ത് കോളിഫ്ലവറിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതൊക്കെയാണ്?
ക്യൂമുലസ് തന്നെയാണ്, ക്യൂമുലസ്. അപ്പൊ ആകാശത്തിൽ പഞ്ഞിക്കെട്ടുകളായിട്ടും ചെമ്മരിയാടിന്റെ രോമങ്ങൾ കെട്ടുകളായിട്ടും കോളിഫ്ലവറിന്റെ ആകൃതിയിലൊക്കെ കാണപ്പെടുന്നത് ക്യൂമുലസ് ആണ്. പ്രധാന കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന മേഘം അതാണ്, ക്യൂമുലസ് ആണ്. പ്രധാന കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന മേഘം ക്യൂമുലസ് ആണ്. തിരശ്ചീനമായി ഷീറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ പാളികളെ പോലെ കാണുന്ന മേഘം ഏതാണ്? സ്ട്രാറ്റസ് ആണ്. തിരശ്ചീനമായി ഷീറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ പാളികളെ പോലെ കാണുന്ന മേഘം സ്ട്രാറ്റസ്. ആകാശത്തിന് ചാരനിറം നൽകുന്ന മേഘങ്ങൾ ഏതാണ്? സ്ട്രാറ്റസ് ആണ്. ആകാശത്തിന് ചാരനിറം നൽകുന്ന മേഘങ്ങൾ സ്ട്രാറ്റസ് ആണ്. മൂടൽ മഞ്ഞായി മാറുന്ന മേഘം ഏതാണ്? മൂടൽ മഞ്ഞായി മാറുന്ന മേഘം സ്ട്രാറ്റസ് ആണ്. അപ്പോൾ ആകാശത്തിന് ചാരനിറം നൽകുന്ന മേഘം സ്ട്രാറ്റസ്, മൂടൽ മഞ്ഞായി മാറുന്ന മേഘം സ്ട്രാറ്റസ് ആണ്. അതേപോലെ തിരശ്ചീനമായി ഷീറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ പാളികളെ ലെയേഴ്സ് പോലെ കാണപ്പെടുന്നത് സ്ട്രാറ്റസ് ആണ്. പക്ഷികളുടെ തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്നത് സിറസ് ആണ്. പക്ഷികളുടെ തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്നത് സിറസ്. അതേപോലെ കൈച്ചൂലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് സിറസ് ആണ്, സിറസ്. കുതിരവാലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് സിറസ് ആണ്. സൂര്യാസ്തമയങ്ങളിൽ ആകാശത്ത് ദീപ്തവർണം സിറസ് ആണ് കൊണ്ടുവരുന്നത്. ആ സൂര്യാസ്തമയങ്ങളിൽ ആകാശത്തിന് ദീപ്തവർണ്ണം കൊടുക്കുന്നത് ആരാണ്? സിറസ് ആണ്, സിറസ് ക്ലൗഡ്സ് ആണ്. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? നിംബോസ്ട്രാറ്റസ് ആണ്, നിംബോസ്ട്രാറ്റസ്. അപ്പോൾ തിരശ്ചീനമായി ലെയേർഡ് ആയിട്ടുള്ളത് പാളികളെ പോലെ കാണപ്പെടുന്നത് സ്ട്രാറ്റസ് ആണ്. ചാരനിറം സ്ട്രാറ്റസ് ആണ്. മൂടൽ മഞ്ഞ് സ്ട്രാറ്റസ് ആണ്. പക്ഷികളുടെ തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്നത് സിറസ് ആണ്. കൈച്ചൂലിന്റെയോ അതേപോലെ കുതിരവാലിന്റെ ആകൃതിയിലൊക്കെ കാണപ്പെടുന്നത് സിറസ് ആണ്. സൂര്യാസ്തമയങ്ങളിൽ ആകാശത്ത് ദീപ്തവർണ്ണം കൊണ്ടുവരുന്നത് സിറസ് ആണ്. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബോസ്ട്രാറ്റസ് ആണ്, നിംബോസ്ട്രാറ്റസ്. ഓക്കെ. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ക്യുമുലോ നിംബസ് ആണ്, ക്യുമുലോ നിംബസ്. ഓക്കെ. ആകാശത്ത് തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? ആർട്ടോ ക്യുമുലസ് ആണ്. ആകാശത്ത് തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ആർട്ടോ ക്യൂമുലസ്. കൊടുങ്കാറ്റിന്റെ സൂചന മേഘം ഏതാണ്? ആർട്ടോ ക്യൂമുലസ് ആണ്, കൊടുങ്കാറ്റിന്റെ സൂചന മേഘം. മീൻ ചെതുമ്പലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് സിറോ ക്യൂമുലസ് ആണ്, സിറോ ക്യൂമുലസ്. മീൻ ചെതുമ്പലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് സിറോ ക്യൂമുലസ്. സൂര്യന്റെയും ചന്ദ്രന്റെയും ചുറ്റുമായി പ്രകാശ പരിവൃത്തം സൃഷ്ടിക്കുന്ന മേഘങ്ങൾ സിറോസ്ട്രാറ്റസ് ആണ്, സിറോസ്ട്രാറ്റസ്. സൂര്യന്റെയും ചന്ദ്രന്റെയും ചുറ്റുമായി പ്രകാശ പരിവൃത്തം സൃഷ്ടിക്കുന്ന മേഘങ്ങൾ സിറോസ്ട്രാറ്റസ്. സൂര്യനും ചന്ദ്രനും ചുറ്റും വലയങ്ങൾ തീർക്കുന്ന മേഘങ്ങൾ ഏതാണ്? സിറോസ് മേഘങ്ങളാണ്, സിറോസ് മേഘങ്ങൾ. സൂര്യനും ചന്ദ്രനും ചുറ്റും വലയങ്ങൾ തീർക്കുന്ന മേഘം സിറോസ് മേഘങ്ങൾ. ഓക്കെ. സൂര്യനും ചന്ദ്രന്റെയും ചുറ്റുമായി പ്രകാശ പരിവർത്തം സൃഷ്ടിക്കുന്ന മേഘങ്ങൾ സിറോസ്ട്രാറ്റസ്. ഓക്കെ. അടുത്ത അധ്യായം 49. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. 1920 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അധ്യക്ഷൻ ആരായിരുന്നു? വിജയരാഘവാചാര്യർ. വിജയരാഘവാചാര്യർ 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അധ്യക്ഷൻ വിജയരാഘവാചാര്യർ. 1953 ഡിസംബറിൽ ജവഹർലാൽ നെഹ്റു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. എന്നായിരുന്നു? 1953 ഡിസംബർ. ഓക്കെ. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഫസൽ അലി ഉൾപ്പെടുന്ന 3 പേരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. അവരാരൊക്കെയാണ്? ഒന്ന് ഫസൽ അലിയാണ്, തലവനായിട്ടുള്ള ഫസൽ അലി. രണ്ടാമത്തത് കാവാലം മാധവ പണിക്കർ, സർദാർ KM പണിക്കർ എന്നറിയപ്പെടുന്നു കാവാലം മാധവ പണിക്കർ. മൂന്നാമത്തത് HN ഖുസ്രു ആണ്. അപ്പോൾ ഫസൽ അലി, സർദാർ KM പണിക്കർ, അതേപോലെ HN ഖുസ്രു. ഓക്കെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്ന മലയാളി ആരാണ്? സർദാർ KM പണിക്കറാണ്, കാവാലം മാധവൻ പണിക്കർ. ഫസൽ അലി കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1955 ഡിസംബർ 30 ആണ്. 1955 ഡിസംബർ 30. 16 സംസ്ഥാനങ്ങൾ, അതുപോലെ 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. 16 സ്റ്റേറ്റ്സ്, 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്?
1956 നവംബർ 1. ഭരണഘടന 3-4 ആർട്ടിക്കിൾ. ഭരണഘടന 3-4 ആർട്ടിക്കിൾ 1956 നവംബർ 1. അതായത് കേരള രൂപീകരിച്ച വർഷം 1956 നവംബർ 1. അന്നേ ദിവസം തന്നെയാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. 1956 നിയമം നിലവിൽ വന്നപ്പോൾ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു? 14 സംസ്ഥാനങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. 14 സ്റ്റേറ്റ്സും 6 യൂണിയൻ ടെറിട്ടറീസും. 15ാമത്തെ സംസ്ഥാനം ഏതായിരുന്നു? 1960 ഗുജറാത്ത്. 1960 ഗുജറാത്ത് 15ാമത്തെ സംസ്ഥാനം. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തിയ വ്യക്തി ആരാണ്? പോറ്റി ശ്രീരാമലുവാണ്. എന്നായിരുന്നു നടത്തിയത്? 1952 നടത്തിയത്. അമരജീവി എന്നറിയപ്പെടുന്ന ആരാണ്? പോറ്റി ശ്രീരാമലുവാണ്. 58 ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് പോറ്റി ശ്രീരാമലു മരണമടഞ്ഞു. തുടർന്ന് 1953 ഒക്ടോബർ 1 തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. തലസ്ഥാനം കർണൂൽ ആയിരുന്നു. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം കർണൂൽ ആയിരുന്നു. ആന്ധ്ര സംസ്ഥാനം 1956 ആന്ധ്രാപ്രദേശ് എന്നായി മാറി. ഇപ്പോൾ തലസ്ഥാനം വിശാഖപട്ടണമാണ്. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ടി പ്രകാശമാണ്. ടി പ്രകാശം ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. നീലം സഞ്ജീവ് റെഡ്ഡി. ആന്ധ്ര കേസരി ആരാണ്? ടി പ്രകാശാണ്. ആന്ധ്ര കേസരി ടി പ്രകാശം. 1956 നിലവിൽ വന്ന 14 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, ആസാം. എ വെച്ചിട്ട് ആന്ധ്രാപ്രദേശ്, അതേപോലെ ആസാം. ബി വെച്ചിട്ട് ബീഹാർ, ബോംബെ. പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ. കേരളം. എം വെച്ചിട്ട് 3 ഉണ്ട്. മധ്യപ്രദേശ്, മദ്രാസ്, മൈസൂർ. ഒഡീഷ. പി പഞ്ചാബ്. ആർ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ. 14ാമത്തെ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. ഓക്കെ. പഞ്ചാബ്, ഓക്കെ. രാജസ്ഥാൻ 12ാമത്തെ സംസ്ഥാനം. 13ാമത്തെ ഉത്തർപ്രദേശ്. അപ്പൊ 1ാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്, 2ാമത്തെ ആസാം, 3ാമത്തെ ബീഹാർ, 4ാമത്തെ ബോംബെ, 5ാമത്തെ ജമ്മു ആൻഡ് കാശ്മീർ, 6ാമത്തെ കേരളം, 7ാമത്തത് അപ്പൊ 6ാമത്തെയാണ് കേരളം, 7ാമത്തത് മധ്യപ്രദേശ്, 8ാമത്തെ മദ്രാസ്, 9ാമത്തെ മൈസൂർ, 10ാമത് ഒഡീഷ, 11ാമത്തെ പഞ്ചാബ്, 12ാമത്തെ രാജസ്ഥാൻ, 13ാമത്തെ ഉത്തർപ്രദേശ്, 14 പശ്ചിമ ബംഗാൾ. 1956 നിലവിൽ വന്ന 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? 1 ഡൽഹി, മണിപ്പൂർ, ത്രിപുര, ആൻഡമാൻ നിക്കോബാർ, ഹിമാചൽ പ്രദേശ്, ലക്കാഡീഡ്, മിനിക്കോയി, അമിൻ ഡിവി ദ്വീപുകൾ. ഡൽഹി, മണിപ്പൂർ, ത്രിപുര, ആൻഡമാൻ നിക്കോബാർ, ഹിമാചൽ പ്രദേശ്, ലക്കാഡീഡ്, മിനിക്കോയി, അമിൻ ഡിവി ദ്വീപുകൾ. ഓക്കെ. അധ്യായം 50 മസ്തിഷ്കം, തലച്ചോറ്. ഓക്കെ. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഫ്രിനോളജിയാണ്. ഫ്രിനോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. ഓക്കെ. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എവിടെയാണ്? മസ്തിഷ്കം. മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്രയാണ്? 1400 ഗ്രാമാണ്. മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം 1400 ഗ്രാം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അസ്ഥി കപാലമാണ്. കപാലം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അസ്ഥി കപാലം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ് ആണ്. മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അസ്ഥി കപാലം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ്. മെനിഞ്ചസിന് ഉണ്ടാകുന്ന അണുബാധ മെനിഞ്ചൈറ്റിസ് ആണ്. മെനിഞ്ചൈറ്റിസ്. തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ സെറിബ്രൽ ഹെമറേജ്. മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗങ്ങൾ 5 ഭാഗങ്ങളാണുള്ളത്. 1ാമത് സെറിബ്രം, 2ാമത് സെറിബെല്ലം, 3ാമത് തലാമസ്, 4ാമത്തെ മെഡുല്ല ഒബ്ലാങ്കേറ്റ, 5ാമത്തത് ഹൈപ്പോ തലാമസ്. സെറിബ്രം, സെറിബെല്ലം, തലാമസ്, മെഡുല്ല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോ തലാമസ്. 1ാമത്തത് സെറിബ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. സെറിബ്രം അതായത് വോളണ്ടറി ആക്ഷൻസ്, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ധാരാളം മടക്കുകളും ചുളിവുകളും
സെറിബ്രത്തിൽ കാണപ്പെടുന്നു. മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തതയാണ് സെറിബ്രം. ഓക്കെ, ബുദ്ധി, ചിന്ത, ഭാവന, സ്വബോധം, ഓർമ്മ ഇവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഇന്ദ്രിയ ഭുവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബ്രം. രണ്ടാമത്തെ സെറിബെല്ലാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം ആണ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു സെറിബെല്ലം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നു സെറിബെല്ലം. ഓക്കെ, തലാമസ് ആണ് മൂന്നാമത്തത്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നു തലാമസ്. ശരീരത്തിലെ സംവേദന പ്രേരക സന്ദേശങ്ങളുടെ കേന്ദ്രം തലാമസ്. റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു തലാമസ്. മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് നാലാമത്തത്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇൻവോളണ്ടറി ആക്ഷൻസ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്നു മെഡുല്ല ഒബ്ലാങ്കേറ്റ. തുമ്മൽ, ഛർദി, ചുമ, തുമ്മൽ, ഛർദി എന്നിവയെ നിയന്ത്രിക്കുന്നു മെഡുല്ല ഒബ്ലാങ്കേറ്റ. ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു മെഡുല്ല ഒബ്ലാങ്കേറ്റ. അഞ്ചാമത്തെയാണ് ഹൈപ്പോതലാമസ്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ശരീരത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നവരാണ് ഹൈപ്പോതലാമസ്. വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി എന്നിവ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നു ഹൈപ്പോതലാമസ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു വെരി മച്ച്. ബൈ.